ഹലോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞാൻ ഗ്രാനി കളിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് അറിയൊന്നുമില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ആദ്യം ഞാൻ കളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കി. പിന്നെ വീണ്ടും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എന്താ കയറ്റി, ഇനി നമുക്ക് കളിക്കാം. ഗൈസ് റൂമിൽ നിന്ന് ഞാൻ എണീറ്റിട്ടുണ്ട്. നേരെ പോകാം. അതിന് മുന്നേ ഈ ഷെൽഫോൺ തുറന്നു. ഇതിനുള്ളിൽ ഗ്രാനി പോകുന്നതും ഈ ഗ്രാനി നിഗമനങ്ങളൊക്കെ പൊളിഞ്ഞു. ഫസ്റ്റ് ഡേ എന്നെ ഗ്രാനി വന്നിട്ട് ഗൈസ് കൊന്നു. സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും കളിക്കാൻ വേണ്ടി പോകുന്നു. സോ ഫാസ്റ്റാണ്. ഗ്രാനി അപ്പുറത്തു കൂടെ വേഗം ഇറങ്ങി വന്ന് ഞാൻ അതിലേക്കൂടെ തന്നെ പോവുകയും ചെയ്തു. ഗൈസ് ഡേ 3. എന്തായാലും ഇതിൽ എസ്കേപ്പ് ആവാനൊന്നും എനിക്ക് കഴിയില്ല എന്നും എനിക്കറിയാം. സോ എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഗൈസ് എനിക്ക് എന്തെങ്കിലും I see you.
കുറച്ച് നമുക്ക് ഇവിടെ നിൽക്കുക ഗൈസ്. ഒന്ന് പോയി എവിടെയെങ്കിലും ഒന്ന് എത്തട്ടെ. ഇത് കുറച്ച് ഫാസ്റ്റാണ് ഗൈസ്. ഞാൻ അവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ പോകുമ്പോൾ ഇറങ്ങാം. കാറിൻ്റെ അവിടെ എത്തുമ്പോൾ സൗണ്ട് ഗ്രാൻഡ് കേട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എന്തായാലും ഇതിനുള്ളിൽ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല ഗൈസ്, കേട്ടിട്ടൊന്നുമില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ വരേണ്ട ടൈം ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് നന്നായിട്ട് പേടിയുണ്ട്. ഗൈസ്, ഞാൻ അവിടെ നിന്നൊരു സംഭവം താഴ്ത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനിനെ അങ്ങോട്ടേക്ക് വരും. സോ ആ സമയം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് പോവാം. അവിടെ ഗ്രാനി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ. ചെയിൻ കട്ടർ ഗൈസ്, നമുക്ക് ചെയിൻ കട്ടർ കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറച്ച് പരിപാടി. സോ ഗൈസ്, നല്ലൊരു സംഭവം കിട്ടിയതായിരുന്നു ചെയിൻ കട്ടർ. എന്താണ് ഗൈസ്, കറക്റ്റ് ടൈമിന് തന്നെ ഗ്രാനിയും വന്നു. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? നമ്മൾ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം തന്നെ താഴത്തേക്ക് പോകാനൊരു ഗൈസ്, ഇപ്പോൾ ഗ്രാനി സൗണ്ട് കേട്ടിട്ടുണ്ടാവും. നമുക്ക് വേഗം ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യാം. അങ്ങനെ ഡേ 4 പോയി. ലാസ്റ്റ് ഡേ ആണ് ഗൈസ് 5. ഇതിലെന്തായാലും ജയിക്കാനൊന്നും കഴിയില്ല. എനിക്കെന്തായാലും ഇതിൽ ജയിക്കാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ കളിച്ചത്